കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കൂടത്തായി. ശാന്തമായ വീടുകൾ, സ്നേഹമുള്ള കുടുംബങ്ങൾ. പുറത്തു നോക്കുമ്പോൾ ഒരു സാധാരണ ഗ്രാമം പോലെ തോന്നും. പക്ഷേ ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു രഹസ്യമാണ്. ഒരു കുടുംബം അവരുടെ വീടിനുള്ളിൽ വർഷങ്ങളായി നടക്കുകയായിരുന്നു ദുരൂഹമായ മരണങ്ങൾ. 1, 2, 3, അങ്ങനെ 6 മരണങ്ങൾ. ആദ്യത്തിൽ എല്ലാവരും കരുതിയത് ഇത് സാധാരണ സ്വാഭാവിക മരണം. പക്ഷെ പിന്നീട് പുറത്തു വന്ന സത്യം, ഒരു സ്ത്രീ തന്റെ സ്വന്തം കുടുംബത്തെ സയനൈഡ് ഉപയോഗിച്ച് കൊല്ലുകയായിരുന്നു എന്ന ഭീകര ആരോപണം. അവളുടെ പേര് ജോളി ജോസഫ്. ഇതാണ് കേരളത്തെ നടുക്കിയ കൂടത്തായി സയനൈഡ് കൊലപാതകങ്ങളുടെ കഥ. ചാപ്റ്റർ 1, ഒരു സാധാരണ കുടുംബം. 2002 കൂടത്തായിയിൽ താമസിച്ചിരുന്നത് ഒരു വലിയ കുടുംബം. കുടുംബത്തിന്റെ തലവൻ ടോം തോമസ്, അവരുടെ ഭാര്യ അന്നമ്മ തോമസ്, അവരുടെ മകൻ റോയ് തോമസ്, അവന്റെ ഭാര്യയാണ് ജോളി ജോസഫ്. ഗ്രാമത്തിലെ എല്ലാവർക്കും ജോളിയെ അറിയാമായിരുന്നു. അവൾ വളരെ ശാന്തയും സ്മാർട്ടുമായ സ്ത്രീയായിരുന്നു. പലർക്കും അവൾ പറഞ്ഞിരുന്നത് അവൾ NIT കോളേജിൽ അധ്യാപികയാണെന്ന്. ഗ്രാമവാസികൾ അവളെ ഏറെ ബഹുമാനിച്ചു. പക്ഷേ ആ ബഹുമാനത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നത് ഒരു ഭീകര രഹസ്യമായിരുന്നു. ചാപ്റ്റർ 2, ആദ്യ മരണം. 2002 അന്നമ്മ തോമസ് അപ്രതീക്ഷിതമായി മരിച്ചു. വീട്ടിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾക്ക് അസുഖം തോന്നി. അല്പസമയംക്കുള്ളിൽ അവൾ മരിച്ചു. കുടുംബം കരുതിയത് ഹൃദയാഘാതം. ആരും സംശയിച്ചില്ല. കാരണം അവളുടെ മരുമകൾ ജോളി എപ്പോഴും അവളുടെ കൂടെയായിരുന്നു. ചാപ്റ്റർ 3, രണ്ടാം ദുരൂഹമരണം. ഈ തവണ മരിച്ചുപോയത് ടോം തോമസ്. അവർക്കും അതേപോലെ ഭക്ഷണത്തിന് ശേഷം അസുഖം, പിന്നീട് മരണം. വീണ്ടും സ്വാഭാവിക മരണമെന്ന് കരുതി. ഗ്രാമത്തിൽ ആരും സംശയിച്ചില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ആരും ശ്രദ്ധിച്ചില്ല. ഓരോ മരണത്തിലും ജോളി അടുത്തുണ്ടായിരുന്നു. ചാപ്റ്റർ 4, ഭർത്താവിന്റെ മരണം. ഈ തവണ മരിച്ചുപോയത് റോയ് തോമസ്. അവനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യത്തിൽ പോലീസ് പറഞ്ഞു ഇത് ആത്മഹത്യയായിരിക്കാം. പക്ഷെ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത് സയനൈഡ്, ഒരു ശക്തമായ വിഷം. അത് മനുഷ്യനെ മിനിറ്റുകൾക്കുള്ളിൽ കൊല്ലാൻ കഴിയും. എന്നിരുന്നാലും കേസ് മുന്നോട്ടു പോയില്ല. ചാപ്റ്റർ 5, വീണ്ടും മരണങ്ങൾ. വർഷങ്ങൾ കഴിഞ്ഞ് കുടുംബത്തിൽ വീണ്ടും മരണങ്ങൾ. ഒരു ബന്ധു, ഒരു കുഞ്ഞ്, വീണ്ടും ഒരാൾ. ഇങ്ങനെ 6 പേർ. ഓരോ തവണയും അവിടെ ഉണ്ടായിരുന്നത് ജോളി. ചാപ്റ്റർ 6, സംശയം ആരംഭിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് റോയ് തോമസിന്റെ സഹോദരൻ റോജോ തോമസ് ഈ മരണങ്ങളെക്കുറിച്ച് സംശയിച്ചു. അവനൊരു പരാതി നൽകി. പോലീസ് കേസ് വീണ്ടും തുറന്നു. അതിനുശേഷം നടന്ന അന്വേഷണമാണ് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചത്. ചാപ്റ്റർ 7, ഭീകര സത്യം. പോലീസ് കണ്ടെത്തിയത് ജോളി സയനൈഡ് വാങ്ങി കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണത്തിൽ കലർത്തിയതായി. അവൾ ഇത് വർഷങ്ങളോളം വളരെ സൂക്ഷ്മമായി ചെയ്തിരുന്നു. ഇതെന്തിനായിരുന്നു? പണം, സ്വത്ത്, ജീവിത നിയന്ത്രണം. ചാപ്റ്റർ 8, അറസ്റ്റ്. കേരള പോലീസ് ജോളി ജോസഫിനെ അറസ്റ്റ് ചെയ്തു. അവൾ ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ. കേസ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്രൈം കേസുകളിൽ ഒന്നായി മാറി. എൻഡിങ്. കൂടത്തായി ഗ്രാമം ഇന്നും ആ സംഭവങ്ങളെ മറന്നിട്ടില്ല. ഒരു സ്ത്രീ വർഷങ്ങളോളം സ്വന്തം കുടുംബത്തിന്റെ വിശ്വാസം ഉപയോഗിച്ച്
അവരെ തന്നെ കൊല്ലുകയായിരുന്നു എന്ന ആ ഭീകര ആരോപണം കേരളത്തിന്റെ ക്രൈം ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന കഥയായി മാറി. എൻഡിംഗ് ലൈൻ ഫോർ വീഡിയോ. വിശ്വാസം ചിലപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. പക്ഷേ അതേ വിശ്വാസം തെറ്റായ ആളിൽ വച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ അപകടമായി മാറും.